കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ ക്ലയൻറ്റ് എന്നെ വിളിച്ചു. അപ്പോൾ പുള്ളി വിളിച്ചതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ ഒരു ആഡിൽ പുള്ളി സ്റ്റാർട്ടപ്സിന് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് കേട്ടിട്ടാണ് പുള്ളി വിളിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ആഡ് കോപ്പീസ് നമ്മൾ സ്പെസിഫിക് ആവുന്നതിൻ്റെ ഒരു പവർ. നമ്മളൊരു 5 കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ ആഡ്സ് നമുക്ക് സ്പെസിഫിക് ആക്കാം. ഒന്ന്, ഹു എക്സാക്ട്ലി, സ്പെസിഫൈ ദ ഓഡിയൻസ്. ഇത് ആരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആണോ, ക്ലിനീഷ്യൻ ആണോ, ഫിസിഷ്യൻ ആണോ, ഹൂഎവർ. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുക. രണ്ടാമത്തത്, വൺ ബേണിംഗ് പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ് പേഴ്സണുള്ള അവരുടെ ഇഷ്യൂസിനെ അവരുടെ ഭാഷയിൽ തന്നെ നമ്മുടെ ആഡ് കോപ്പിയിൽ കൊണ്ടുവരിക. 3, ഒരു സ്പെസിഫിക് ഔട്ട്കം. വാട്ട് ചേഞ്ചസ് ഫോർ ദം. അതിനൊരു സ്പെസിഫിക് ടൈം, ഒരു സ്പെസിഫിക് ക്വാണ്ടിറ്റി അതിനെ മെൻഷൻ ചെയ്ത് തന്നെ പറയുക എന്ത് ചേഞ്ച് ആയിരിക്കും അവർക്ക് വരിക എന്ന്. 4ാമത്തെ കാര്യം, ഒരു 1 ലൈനർ പ്രൂഫ്. മേ ബി ഒരു ടെസ്റ്റിമോണിയൽ ആവാം, ഒരു യൂസ് കേസ് ആവാം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആവാം. ഒരു 1 ലൈനർ പ്രൂഫ് കൊടുക്കുക. 5ാമത്തെ കാര്യം, ഒരു ക്ലിയർ CTA പ്ലസ് ക്വാളിഫയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്ക് വേണ്ടി ഉള്ളതാണ്, ഇത് ആർക്ക് വേണ്ടി അല്ലാത്തതാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ ഒരു പഴയ ആഡ് കോപ്പി എടുക്കുക. അതിൽ നിങ്ങൾ ഒരു ബിസിനസ് ഓണറാണോ എന്നുള്ളതിന് പകരം നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആണോ അല്ലെങ്കിൽ നിങ്ങളൊരു ഡെന്റിസ്റ്റ് ആണോ എന്ന് സ്പെസിഫിക് ആക്കിക്കൊണ്ട് നിങ്ങളുടെ ആഡ് കോപ്പി ഒന്ന് റീറൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ആഡ് ഒന്ന് റൺ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.